Mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ 100-ൽ-പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. എംബാങ്ക്മെന്റ് മത്സ്യകൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാലടി മാണിക്യമംഗലം തുറയിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. സുപ്രധാനമായ വികസന പദ്ധതികൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയാണ് ജനകീയ മത്സ്യകൃഷി. ഓരുജലത്തിലും കൃത്രിമ കുളങ്ങളിലും കൂടുകളിലും ജൈവ സുരക്ഷിത കുളങ്ങളിലും മത്സ്യകൃഷി മുന്നേറുന്നു. ഏറ്റവും ലാഭകരമാണ് മത്സ്യകൃഷി. ഈ മേഖലയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുന്നതിനും കൃഷി വ്യാപിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. നാട്ടിലെ ജലാശയങ്ങളും കൃഷി ചെയ്യാൻ കഴിയാത്ത പാടശേഖരങ്ങളും കണ്ടെത്തി മത്സ്യകൃഷിക്ക് ഉപയോഗപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. കർഷകർക്ക് വിത്ത് സൗജന്യമായി നൽകിയും 60% ധനസഹായം നൽകിയും സർക്കാർ മികച്ച പിന്തുണ നൽകി വരുന്നതായും മന്ത്രി പറഞ്ഞു. നമുക്ക് നമ്മുടെ നാട്ടിൽ ധാരാളം ജലാശയങ്ങൾ, തോടുകള്, കൈവരികള്, നദികള്, കായലുകള്, ചിറകള്, എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ജലാശയങ്ങൾ ഒരു ഭാഗത്ത് ഒരു വിധത്തിലും നെൽകൃഷി ചെയ്യാൻ കഴിയാത്ത പാടശേഖരങ്ങൾ. ഒരു കണക്കെടുത്തപ്പോൾ 25-50 വർഷമായിട്ടൊക്കെ നെൽകൃഷി ചെയ്യാതെ വെള്ളക്കെട്ടായി കിടക്കുന്ന 1000-കണക്കിന് ഹെക്ടർ പാടശേഖരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ മന്ത്രിയായതിനു ശേഷം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു. ദീർഘകാലമായി കൃഷി ചെയ്യാത്ത പാടശേഖരങ്ങൾ, അവിടെ കൃഷി ചെയ്യാൻ കഴിയില്ല വെള്ളക്കെട്ട് മൂലം, അത് മത്സ്യകൃഷിക്ക് വേണ്ടി മാറ്റണം. അതുകൊണ്ട് ജോയിന്റ് ഇൻസ്പെക്ഷൻ ഞങ്ങൾ നടത്തി. അപ്പോൾ ധാരാളം സ്ഥലം കേരളത്തിൽ മത്സ്യകൃഷിക്ക് വേണ്ടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അങ്ങനെ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ജനകീയ മത്സ്യകൃഷിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുക. ആവശ്യമായ വിത്ത് പൂർണ്ണമായി സൗജന്യമായിരിക്കും. അതിന് പുറമെ 60% സാമ്പത്തിക സഹായം ചെയ്യും. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ചെയ്യാവുന്ന കാര്യം. നിങ്ങൾ ആരും ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ മത്സ്യകൃഷി ചെയ്യാൻ പറ്റുന്ന ആധുനിക സാങ്കേതിക സംവിധാനം മത്സ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യബന്ധനത്തിന് ഉൽപ്പാദിപ്പിക്കാം, കുറച്ച് വിൽക്കുകയും ചെയ്യാം. ഇതിനാകെ വേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ശ്രദ്ധ വേണം. കാലടി പഞ്ചായത്തിലെ മാണിക്യമംഗലം തുറയിൽ 1.24 ഹെക്ടർ പ്രദേശത്താണ് എംബാങ്ക്മെന്റ് മത്സ്യകൃഷി തുടങ്ങിയിരിക്കുന്നത്. 12,400 വരാൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 5 ടൺ മത്സ്യ ഉൽപാദനമാണ് ഇവിടെ നിന്നും ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ സഹകരണത്തോടെ രൂപീകരിച്ച കൃഷി, മത്സ്യം, പാലുൽപാദനം, മുട്ട ഉൽപാദനം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ സ്ഥാപനങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, കാലടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ, ഷിജി വർഗീസ്, വാർഡംഗം ഷിജി സെബാസ്റ്റ്യൻ, എറണാകുളം മധ്യമേഖല ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ എസ് മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. Mabini Jewelry. Gold, silver, and diamond jewelry.